ഇത്രയും കാലം ഞാൻ നബിദിനെ ആഘോഷിച്ചില്ലേ, ഞാൻ നബിദിനായിട്ട് പോകാന്നല്ല. ഖുറാനിലുണ്ടോ സുന്നത്തിലുണ്ടോ പിന്നെ അയിമ്മത്ത് എന്തു പറഞ്ഞു? ഇത് പരിശോധിക്കാതെയാണ് പലരും ഈ നിലപാടുകളായിട്ട് പോണത്. അവര് പക്ഷേ ഒരേക്കറ ഭൂമി വാങ്ങുമ്പോൾ പലതും പരിശോധിക്കും. ഇതിലെ വല്ല ഗ്രീൻഫീൽഡ് ഹൈവേയും വരാണ്ടോ, ഇത് വല്ല പുറം ഭൂമിയാണോ, ഇത് നിലം ഭൂമിയാണോ, അതൊക്കെ പരിശോധിക്കും. ഓലിങ്ങനെ നോക്കണണ്ട തോന്നും, ഇവർ ഈ ആധാരൊക്കെ നോക്കണണ്ട തോന്നും. 25 കൊല്ലമായിട്ട് ആധാരത്തായിരുന്നു പണിയെന്ന്. ഇതേമാതിരി ദീനിലൊരു കാര്യവും പരിശോധിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് അത് പിന്നെ അതിന്റെ ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് വേറെ നോക്കിപ്പിക്കും. പിന്നെ ടൗൺ പ്ലാനിങ്ങിൽ പോകും, ഇതിലെ വല്ല ബൈപ്പാസ് റോഡും വരാണ്ടോ, ഇവിടെ വേറെ വല്ല കൺസ്ട്രക്ഷനും വരാണ്ടോ ഒക്കെ നോക്കും അല്ലേ. എന്നാലോ വേണ്ട, 1 കിലോ മത്തി വാങ്ങുമ്പോ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചിട്ടൊക്കെ നോക്കുന്ന ടീമുണ്ട്. ആപ്പിളിന്റെ ഒന്നും വില എനിക്ക് അറിയാറ്റാന്നൊക്കെ പറയാം. എന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന ദീന് അത് വാപ്പിയും വാപ്പാന്റെ വാപ്പിയും മൂപ്പര വാപ്പിയും അത് ഓൽക്കണ കൊട്ടേഷൻ കൊടുക്കല. നിങ്ങൾക്ക് എന്നോട് വിഷമം ഉണ്ടാകരുത് സഹോദരന്മാരെ. സത്യസന്ധമായിട്ട് ഖുർആൻ എന്ന് പരിശോധിക്കും. എന്താ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്, വാപ്പിയും വാപ്പാന്റെ വാപ്പിയും മൂപ്പര വാപ്പിയും ജീവിച്ച റൂട്ട് അനുസരിച്ചാണ് എന്ന് സ്വഹാബത്തോ താബിഈങ്ങളോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവരുടെ എതിർചേരിയിൽ നിന്നവരത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ ഒരുപാട് മനുഷ്യന്മാരെ വിശ്വാസത്തിന്റെ അസ്ൽ അതാണ്. കുത്തുബിയത്തുകൾ ചെല്ലല്ലേ, നമ്മളെ വാപ്പ കുത്തുബിയത്ത് ഓതിയ ആളല്ലേ, മൂപ്പര് ആ ഖബർ കിടക്കല്ലേ, മൂപ്പര് പോണ നരകത്തിൽ തന്നെ പോയാൽ മതി, എനിക്ക് മൂപ്പര് സ്വർഗത്തിലില്ലെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട, നിങ്ങളാകെ കുറച്ചാളല്ലേ, നിങ്ങൾ സ്വർഗത്തിൽ ഒറ്റക്ക് നിങ്ങൾക്ക് പേടിയാകൂലേ. ഓരോ ഉസ്താദന്മാർ പ്രസംഗിച്ചാണതൊക്കെ. നിങ്ങളാകെ വഹാബിയുടെ 4 ആളാണ്, നിങ്ങൾ സ്വർഗത്തിൽ ഒറ്റക്ക് നിങ്ങൾക്ക് പേടിയാകൂലേ ണ്ടോ. അത് കളിയാക്കിയാണ് ചിരിക്കണോട് കൂടെ ആളുകൾ ഒരു ചിരിയൊക്കെ ചിരിച്ച് മൂടും തട്ടിപ്പോയി. പിന്നെ പഠനമില്ല, അന്വേഷണമല്ല. ഈ അവസ്ഥയല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനത്ത് വന്ന് ദീന് പറഞ്ഞപ്പോ, മക്കത്ത് വന്ന് ദീന് പറഞ്ഞപ്പോ അവിടുത്തെ അവിശ്വാസികൾ പറഞ്ഞ ഉത്തരവുണ്ട് ഖുറാനിൽ, വിശ്വാസികൾ പറഞ്ഞ ഉത്തരവുണ്ട് ഖുറാനിൽ. എന്താ അവിശ്വാസികൾ പറഞ്ഞത്? വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഇതിന്റെ അർത്ഥം വെച്ച് നോക്കിയാൽ മതി. ശിഹാബുദ്ദീൻ ബിച്ച് കോയത്തങ്ങള്, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, വലിയ ഖാദി ബിച്ച് കോയത്തങ്ങള്, അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, കെ വി കുട്ടനാട് മുസ്ലിയാർ, അങ്ങനെ പലരും എഴുതിയ പരിഭാഷകളുണ്ട് അല്ലേ. കൊണ്ടോട്ടി പോയ കിട്ടും, ഇല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് എന്തായാലും കിട്ടും. പോണ്ട, ആ അൽഹുദ ബുക്ക് സ്റ്റാളിൽ വിളിച്ചിട്ട് പറഞ്ഞാല് ആ കൊറിയർ ചാർജ് കൂടി കൊടുത്ത പെരീക്കട വരും. മറിച്ചു നോക്കിയാൽ കിട്ടും. എന്താ വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയ ഖുർആൻ സ്വീകരിക്കുന്നവരോട് പറഞ്ഞ ഖാലു അവർ പറയും ബൽ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയും, മൽഫൈന അലൈഹി ആബാഅന, 2 പ്രയോഗമുണ്ട്. ഞങ്ങളെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയൊക്കെ സ്വീകരിച്ച വഴിയാണ് ഞങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് അല്ലാഹ് പറയാം അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഓരോ വാപ്പാരും വാപ്പാന്റെ വാപ്പാരും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, ഓൽക്കൊന്നും പഠിച്ചാൻ പറ്റിയിട്ടില്ല. പള്ളിയിൽ ഓല കാലത്തൊന്നും നമ്മളെ പള്ളിയിൽ ഖുർആൻ പരിഭാഷ തന്നെ വന്നിട്ടില്ല. ഇപ്പം ഉണ്ടോന്ന് അറിയില്ല, പോയി നോക്കി. നിസ്കരിക്കാൻ പോണ പള്ളിയിലെ ഒരു ഖുർആൻ പരിഭാഷ കെ വി കുട്ടനാട് മുസ്ലിയാർ സമസ്തന്റെ ഏറ്റവും വലിയ നേതൃത്വത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിഭാഷ പോലും ഇല്ലാത്ത പള്ളിയിൽ AC ഉണ്ടായിട്ട് എന്താ കാര്യം? AC ഉണ്ടായിട്ട് എന്താ സഹോദരന്മാരെ കാര്യം? മുജാഹിദികളെ പരിഭാഷ കിട്ടാൻ പണിയില്ല. ജമീൽ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഖുർആനിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതും ഡൗൺലോഡ് ചെയ്യുക. അതിലുണ്ട് തഫ്സീർ, പൈസ ചെലവാക്കണ്ട. അത് കോപ്പി ചെയ്തിട്ട് വേറെ അയച്ചു കൊടുക്കുക. അത് ശരിയാണോന്ന് പരിശോധിപ്പിക്കാം. എന്തും കിട്ടും. ഇബ്നു കസീർ വേണോ? ഇബ്നു കസീർ കിട്ടും. എന്താ വേണ്ടത്? എത്രാമത്തെ ആയത്തിന്റെ പരിഭാഷ എന്നുണ്ട് അടിച്ചെടുത്ത സാധനം നേരെ വരും. 3 സെക്കൻഡ് മതി, 3 സെക്കൻഡ്, വെറും 3 സെക്കൻഡ്. എന്നിട്ട് അത് മലയാളത്തിൽ വായിക്കണോ? മലയാളത്തിൽ വായിക്കാം. അത് തമിഴിൽ വായിക്കണോ? മലായ ഭാഷയിൽ വായിക്കണോ? ഏത് ഭാഷയിലും വായിക്കാം. നമ്മളെ വിചാരണ വല്ലാത്തൊരു വിചാരണയായിരിക്കും. അതുകൊണ്ട് പഠിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. നോക്കൂ നിങ്ങൾ, ഇത് ഫിറഔൻ എടുത്തൊരു വളവാണ് ഈ പറഞ്ഞ സാധനം. ഇത് മൂസ അലൈഹി ഇസ്ലാമായിട്ട് സംവാദം നടന്നു. മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? മൂസ അലൈഹി ഇസ്ലാമൊക്കെ ശരിക്കും വർത്തമാനം പറയാൻ കഴിയൂല. അതുകൊണ്ട് വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി, എന്റെ നാവിലെ കെട്ടയച്ചുകൊണ്ട് പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് മൂസ എന്ന് പറയണമാരെ ആണ് അദ്ദേഹം സംസാരിച്ചിരുന്നതെന്നാണ്. എന്നിട്ട് ആ മൂസ അലൈഹി ഇസ്ലാമാണ് സംവാദത്തിന് പോണത്. ഇസ്ലാമിലെ സംവാദം വാക്കുകൾ കൊണ്ട് ജയിച്ചെടുക്കണതല്ല, അത് തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും നേടിയെടുക്കാനുള്ളതാ. അള്ളാഹു അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു. സംവാദമൊക്കെ നടത്തി. സംവാദത്തിലെ 1ാമത്തെ ചോദ്യത്തിൽ തന്നെ ആകെ വട്ടം കറങ്ങി. ഉത്തരം കേട്ടപ്പോ ആരാങ്ങളെ പഠിച്ചോന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹ് ഒറ്റയടിക്ക് പറയുന്നതിന് പകരം സംവാദത്തിലെ സദസ്സിലെ ആളുകളെ പരിഗണിച്ചിട്ട് അദ്ദേഹം നല്ലൊരു മറുപടി കൊടുത്തു. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സർവ്വതിനെയും സൃഷ്ടിക്കുകയും അതിനൊക്കെ വഴി കാണിക്കുകയും ചെയ്തവനാണ്. അപ്പൊ കോഴിക്കുഞ്ഞിനെ അടയിരുന്ന് വിരിയിച്ച കോഴി അതിനെങ്ങനെ ആ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടത്ത് നിർത്തി, പിന്നെ എങ്ങനെ കൊണ്ടുപോയി അല്ലേ, എന്താ
ചെക്കിച്ചനക്കിട്ടൊടുത്ത് അതിങ്ങനെ കൊത്തി തിന്ന് അപ്പൊ ചിക്കിച്ചനക്കിട്ടൊടുക്കണേ. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് അവസാനിപ്പിക്കും. പിന്നെ അമ്മ ഇങ്ങനെ പോകും, അമ്മക്കോയാണ് പോകും, പിന്നാലെ ഇങ്ങനെ പോകും കുട്ടികൾ. പിന്നെ കുട്ടികളെ സ്വയം തിന്നാൻ തുടങ്ങും. പിന്നെ ഒരു പ്രായമാകുമ്പോൾ കൊത്തിയാട്ടും, ഒറ്റക്ക് പോയി തിന്നേറി. ഇതൊക്കെ ആരുണ്ടാക്കുന്ന സിസ്റ്റ? പടച്ചുണ്ടാക്കുന്ന സിസ്റ്റ. നമ്മളെ പെരീക്കും വേണ്ട സിസ്റ്റാണ്. കുട്ടികളെ എന്നും എല്ലാ പ്രായക്കാരും ഒരേപോലെയല്ല കൈകാര്യം ചെയ്യേണ്ടെന്ന്. ആ കോഴി അമ്മക്കോഴി എന്ന് പഠിക്കണം നമ്മൾ. ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട ഒരു പരിരക്ഷ ഉണ്ട്. ആ പരിരക്ഷ കൊടുക്കണമെന്ന് കിട്ടും അല്ലേ? പരുന്ത് ആകാശത്ത് വട്ടിട്ട് പറക്കുമ്പോൾ ആ പരുന്തിന്റെ അരികിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കണ കോഴിന്റെ ഒരു രീതി ഉണ്ട്. ഒരു ഇലയിൽ ഇങ്ങനെ ഒരു പച്ച കളറിലൊരു സാധനം, ഒരു വട്ടത്തിലൊരു സാധനം, അതിങ്ങനെ പൊട്ടിച്ച് കയ്യിലേക്കാക്കിയ പച്ച കളറിലെ ഒരു നീര് വരും. പ്യൂപ്പയാണ്. ഇനി അപ്പുറത്ത് ഇതേപോലെ വേറൊരു പ്യൂപ്പുണ്ട്. ആ പ്യൂപ്പയെ വളരാൻ വിട്ടാൽ അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിന് വർണ്ണ ശബളമാർന്ന കാഴ്ചയുള്ള ഒരു ചിത്രശലഭമായി പൂമ്പാറ്റയത് ആകാശത്തേക്ക് പാറിപ്പറക്കും. ഈ നീരിൽ നിന്ന്, ഈ പച്ച നീരിൽ നിന്ന് ഈ വർണ്ണ കാഴ്ചയുള്ള ഈ പൂമ്പാറ്റയെ ഉണ്ടാക്കിയവനാണ് എൻ്റെ പടച്ചോൻ. അവനാണ് എൻ്റെ പടച്ചോൻ. എന്ത് ക്ലാരിറ്റി ഉള്ള തൗഹീദിന്റെ നിർവചനാണ് അല്ലേ? ഇത് കേട്ടോടുകൂടെ പെട്ടല്ലോ. ഉത്തരത്തിൽ പെട്ടപ്പോ ആ പറഞ്ഞ പടച്ചോനെ ഞങ്ങൾ വാപ്പാർക്കും വാപ്പാന്റെ വാപ്പാർക്കും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മരിച്ചുപോയ ആളുകളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ പടച്ചോനെ അവർ വിശ്വസിച്ചിട്ടില്ല. ഓരൊക്കെ ഫിർഔൻ എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ രാജാവിനെയാണ് ആരാധിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അതിലേറെ നല്ലൊരു ഉത്തരം കൊടുത്തു. ആ ഉത്തരാണ് കീശേരിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം. എന്താണ് ആ ചോദ്യം? എന്താണ് ആ ഉത്തരം? قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. വാപ്പാന്റെയും വാപ്പാന്റെയും കാര്യമൊക്കെ ഒരു കിതാബിലുണ്ട്. ആ കിതാബിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ ആ റബ്ബിന്റെ അടുത്തുണ്ട്. അവനൊരു പിഴവും പറ്റൂല. അവരൊക്കെ കഴിഞ്ഞുപോയ ജനതയാണ്. അവരവർക്ക് ചെയ്തത് അവർക്ക് കിട്ടും. നിങ്ങൾ ചെയ്തതും കിട്ടും. ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ വഹിക്കുകയില്ല. മനുഷ്യൻ അവന്റെ പരിശ്രമങ്ങൾക്കനുസരിച്ചതേ കിട്ടൂ. മനുഷ്യൻ അവന്റെ പരിശ്രമേ കിട്ടൂ. വേറൊരാളുടെ അക്കൗണ്ടിൽ കഴിച്ചിലാകാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദുകളാരും നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കണം മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വരി ഓവറാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളെ അത് ഒഴിവാക്കൂ, ഈ ഖുർആനിലേക്ക് വരൂ, ഈ ഹദീസിലേക്ക് വരൂ. ലോകത്ത് ലക്ഷക്കണക്കിന് റിസോഴ്സ് പേഴ്സൺസും 10,000-കണക്കിന് റിസോഴ്സ് കേന്ദ്രങ്ങളും വ്യക്തമായ ആക്രമണവുമായി ലോകത്തേത് ഭാഷയിലും ഖുർആൻ വിമർശനവും ഇസ്ലാം വിമർശനവും കിട്ടിയിട്ടും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ. ഇസ്ലാം ലോകത്തെ അതിവേഗതയാർന്ന മതമാകുന്ന, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഈ ഗ്രന്ഥം പഠിക്കാൻ വരൂ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതൊക്കെ രീതിയിൽ? അരുങ്കൊലകളിലൂടെ, അധിനിവേശങ്ങളിലൂടെ, ആട്ടിയോടിക്കലുകളിലൂടെ, തുറങ്കലുകളിലൂടെ, ഇസ്ലാമിനെതിരെയുള്ള പ്രത്യക്ഷാക്രമണങ്ങളിലൂടെ ലോകത്ത് ഇസ്ലാമിനെ കെട്ടിവരിയാൻ ശ്രമിച്ചിട്ടും യൂറോപ്പ് ഇങ്ങനെ മാറല്ലേ? യൂറോപ്പ് ഇങ്ങനെ മാറാണ്. ഇവിടെ ആകാശത്ത് ബോംബർ വിമാനം പറക്കുമ്പോ എന്ന് പറഞ്ഞ് പേടിച്ച് റൂമിലേക്ക് ഓടുന്ന ഫലസ്തീൻ ബാല്യങ്ങൾ രാത്രി ഉറങ്ങുമ്പോ അവരുടെ ശരീരത്തിൽ ഉപ്പന്റെയും ഉമ്മന്റെയും പേരെഴുതി വെച്ച് അവരെ പുതപ്പിട്ട് മൂടുകയാണ്. ചിതറിത്തെറിച്ച ശരീരത്തിലെ കഷ്ണങ്ങളെങ്കിലും കിട്ടിയെങ്കിൽ മാറോട് ചേർത്ത് വെച്ച് ഒരു പ്രാർത്ഥനയും ചൊല്ലി ഖബറിലേക്ക് എടുത്തു വെക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ബാല്യങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്നത് ഹൃദയത്തിൽ നിന്ന് പറയുമ്പോ യൂറോപ്പ് ഇത് കണ്ട് ഞെട്ടാണ്. ഇത്ര പിഞ്ചു ബാല്യങ്ങൾക്ക് തുമ്പിയെ പിടിക്കേണ്ട പ്രായത്തിൽ, പൂമ്പാറ്റയെ പിടിക്കേണ്ട പ്രായത്തിൽ, ഇവർക്ക് കളിപ്പാട്ടങ്ങളോട് കിന്നാരം പറയേണ്ട പ്രായത്തിൽ യുദ്ധഭൂമിയിൽ ഇത്ര മനോഹരായിട്ട് മുറിഞ്ഞ കൈ ഇങ്ങനെ തൂങ്ങിയാടുമ്പോഴും സ്വന്തം ഉമ്മയെ തന്റെ മുന്നിൽ വെച്ച് അരുങ്കൊല ചെയ്യുമ്പോഴും സ്വന്തം പെങ്ങളെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും സ്വന്തം വാപ്പയെ പോയിന്റ് ബ്ലാങ്കിൽ അങ്ങനെ വെടിവെച്ച് താഴെ ഇടുമ്പോഴും ഒന്നും പതറാത്ത ബാല്യങ്ങളെ ഉണ്ടാക്കുന്ന ഈ തവക്കൽതു അലല്ലാഹിലെ അല്ലാഹ് ഏതാണെന്ന് അന്വേഷിച്ചിട്ട് യൂറോപ്യൻ ഇൻഫ്ലുവൻസർമാര് ഇസ്ലാം സ്വീകരിക്കണത് നമ്മൾ കാണുന്നത്. അതിലേക്ക് വരണമെന്നാ പറയണേ. ഇവിടെ പറയണതോ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവരേ.